ചിലരുടെ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഗംഭീര ഗ്രാഫിക്സോട് കൂടിയ അവരുടെ ഇൻട്രോ കാണാൻ സാധിക്കുന്നതാണ്. അവരുടെ ലോഗോയോ കമ്പനി നെയിമോ തീഗോളം വന്നിട്ടും അതുപോലെ തന്നെ പലതരം ലോക്കറുകൾ തുറന്നിട്ടും അതുപോലെ പല ഡിസൈൻ ആയിട്ടുള്ള ഗ്രാഫിക്സുകൾക്ക് ഇടയിലൂടെയും ഒക്കെ അവരുടെ പേരും ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്ന മനോഹരമായ ഇൻട്രോകൾ. അപ്പോൾ ഇത്തരം ഇൻട്രോകൾ കണ്ടിട്ട് നിങ്ങൾക്കും ഇങ്ങനെയൊരു ഇൻട്രോ നിങ്ങളുടെ വീഡിയോയിൽ വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലേ? അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, പ്ലേ സ്റ്റോറിനകത്ത് ഇൻട്രോ മേക്കർ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷേ ആ ആപ്ലിക്കേഷനിലൂടെ ഇൻട്രോ നിർമ്മിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രീമിയം പർച്ചേസ് ചെയ്യുമെങ്കിൽ മാത്രമേ HD ക്വാളിറ്റിയിൽ സേവ് ചെയ്യാൻ പറ്റൂ. അതുപോലെ മനോഹരമായ ഇൻട്രോകൾക്കൊക്കെ നിങ്ങൾ പൈസ കൊടുക്കേണ്ടി വരും. എന്നാൽ ഈ ആപ്ലിക്കേഷൻ അങ്ങനെയല്ല. അൺലിമിറ്റഡ് ആയിട്ട് ഫ്രീ ആണ്. അതുപോലെ തന്നെ HD ക്വാളിറ്റിയിൽ വളരെ ഗംഭീരമായ ഇൻട്രോകൾ ഈ ആപ്ലിക്കേഷൻ അകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ഇൻട്രോ മേക്കർ എന്ന ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓൺ ആയി കിട്ടും. ഇവിടെ താഴെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വീഡിയോയിൽ പറയുന്നത് കൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ നിരവധി ഇൻട്രോയുടെ പ്രിവ്യൂ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നതാണ്. ഇതൊക്കെ വീഡിയോ ആണ്. നമുക്ക് വീഡിയോയുടെ ആദ്യം കൊടുക്കാൻ പറ്റുന്ന വീഡിയോ ഇൻട്രോ ആണ്. ഇതിനകത്ത് നമ്മുടെ ലോഗോയും കാര്യങ്ങളും നമ്മുടെ പേരും വിവരങ്ങളൊക്കെ കൊടുത്തിട്ട് എഡിറ്റ് ചെയ്ത് ഗാലറിയിലേക്ക് സേവ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ തന്നെ കാറ്റഗറി ബേസിലും ഉണ്ട്. ഇതായിപ്പോൾ ഇവിടെ മുകളിൽ ഓരോ കാറ്റഗറി ആയിട്ടുണ്ട്. അതിലൊക്കെ മനോഹരമായ ഇൻട്രോ ഉണ്ട്. ഇതൊക്കെ ഹൈ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഇനി നമുക്ക് യൂട്യൂബിൻ്റെ വീഡിയോയുടെ അവസാനം കൊടുക്കാൻ പറ്റുന്നില്ലേ? ചിലരുടെ വീഡിയോയിലൊക്കെ നിങ്ങൾ അവസാനം കണ്ടിട്ടുണ്ടാവും അവരുടെ ലോഗോയും കാര്യങ്ങളൊക്കെ, എന്നിട്ട് വീഡിയോയുടെ പ്രിവ്യൂ, മറ്റുള്ള വീഡിയോയുടെ പ്രിവ്യൂ ഒക്കെ അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഓപ്ഷനും ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ നിന്ന് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിവിടെ ഓൾ എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ പോയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ പ്രിവ്യൂ കാണിക്കുന്നതിൽ രണ്ട് തരത്തിലുള്ളത് കാണാം. ഒന്നിൽ ന്യൂ ഹോട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. മറ്റൊന്നിൽ വലതു ഭാഗത്ത് ഒരു ഡയമണ്ടിൻ്റെ ലോഗോ കാണാം. സാധാരണ പർച്ചേസിനാണല്ലോ ഡയമണ്ടിൻ്റെ ലോഗോ കാണിക്കുന്നത്. ഇതിൽ പർച്ചേസിങ്ങേ ചെയ്യേണ്ട. ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഫ്രീ ആണ്. ഇവർ പർച്ചേസ് പരിപാടിയേ ഇല്ല. പക്ഷേ നിങ്ങൾക്ക് പരസ്യങ്ങൾ കാണിക്കും, അത്ര തന്നെ. ഇവിടെ ഇതാ ജസ്റ്റ് ഞാൻ ഇതിലൊന്ന് പ്രീമിയം ക്ലിക്ക് ചെയ്ത് തരാം. പ്രീമിയം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പരസ്യം കാണാൻ പറയും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അൺലോക്കായി കിട്ടുന്നതാണ്. ഇനി ഞാൻ ജസ്റ്റ് ഇതിനകത്ത് നിന്ന് ഒരു ഇൻട്രോ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഏറ്റവും ആദ്യമുള്ള ഹോട്ട് എന്ന് പറയുന്ന അത് തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഡൗൺലോഡ് ആകുന്നത് വരെ കാത്തിരിക്കാം. 100% ഡൗൺലോഡ് ആകുന്നവരെ കാത്തിരിക്കണം. നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ വേഗത അനുസരിച്ചിട്ടായിരിക്കും ഡൗൺലോഡ് ആവുക. ഇനി ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടൺ താഴെ കാണാം. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ആ ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടണിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് അത് ലോഡാകുന്നതാണ്. അത് ലോഡാകുന്നത് വരെ കാത്തിരിക്കുക. ഇപ്പോൾ എൻ്റെ ലോഡായിട്ടുണ്ട്. പിന്നെ പ്രത്യേക കാര്യം പറയാനുള്ളത്, ഓരോ ഇൻട്രോയിനും വ്യത്യസ്തമായ ഓപ്ഷനായിരിക്കും ഉണ്ടാവുക. ഇതിൽ ഒരു ഫോട്ടോ, അതായത് ആദ്യത്തെ എഡിറ്റ് ലോഗോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. രണ്ടാമത്തെ യുവർ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഏറ്റവും ലാസ്റ്റ് ചേഞ്ച് മ്യൂസിക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇതിൽ 3 നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ചിലതിൽ 2 ഫോട്ടോയും 2 ടെക്സ്റ്റും അതുപോലെ തന്നെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ഓപ്ഷനുള്ളതും ഉണ്ടാവും. ഓക്കെ, ഇനി ഞാനിവിടെയുള്ള എഡിറ്റ് ലോഗോ എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഗാലറി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഗാലറിക്കകത്ത് നിന്ന് ഞാൻ ഫാറ്റടെക്കിൻ്റെ ലോഗോ ആണ് എടുക്കുന്നത്. ഫാറ്റടെക്കിൻ്റെ ലോഗോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഷേപ്പ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ്. പല ഷേപ്പിൽ, ഇതിപ്പോൾ റൗണ്ട് ആയതുകൊണ്ട് തന്നെ ഷേപ്പ് മാറ്റേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫോട്ടോ, അതായത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഷേപ്പിനനുസരിച്ചിട്ട് നിങ്ങളുടെ ലോഗോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി റീസൈസ് ചെയ്യാനും ഷേപ്പ് ചെയ്യാനും നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റാണ്. ഇവിടെ യുവർ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് വേണ്ടത് അത് കൊടുക്കാം. ശേഷം ഡൺ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഫോണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല ഡിസൈനിലുള്ള ഫോണ്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് നിരവധി ഫോണ്ടുകൾ ഉണ്ടാവും ഇതിനകത്ത്. അതിലേതാണ് ഇഷ്ടപ്പെടുന്നത് അത് ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രിവ്യൂ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇൻട്രോ നിർമ്മിച്ചിട്ട് ഇവിടെ താഴെ സ്റ്റാർട്ട് മേക്കിംഗ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക.
ഓക്കെ, അപ്പോൾ ഇത് 100% ആകുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം. 100% ആയാൽ ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഗാലറിയിൽ സേവ് ആകുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെ മോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിത് അഡീഷണൽ ആയിട്ട് മറ്റെവിടെയെങ്കിലും ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.